എറണാകുളം കോതമംഗലത്തെ കാട്ടാന കിണറ്റിൽ വീണു. വടക്കുംഭാഗം സ്വദേശി വിച്ചാട്ട് വർഗീസിന്റെ കിണറ്റിലാണ് ആന വീണത്. വന്യജീവി ശല്യത്തിന് പരിഹാരമുണ്ടാക്കാതെ ആനയെ കയറ്റിവിടാൻ സമ്മതിക്കില്ലെന്ന് നിലപാടിലാണ് പ്രദേശവാസികൾ. കോടപടി പഞ്ചായത്തില് വടക്കുംഭാഗം എന്ന് പറഞ്ഞ സ്ഥലത്ത് വിച്ചാട്ട് വർഗീസിന്റെ വീട്ടിലാണ് കുടിവെള്ള കിണറാണ്. കുടിവെള്ള കിണറ്റിലേക്കാണ് ആന, കൊമ്പനാനയാണ്. കൊമ്പനാന അടിക്കുന്നത് ഏകദേശം 15 വയസ്സ് പ്രായമുള്ള ആനയാണ്. സിജോ വർഗീസ് വിശദാംശങ്ങൾ നൽകും. സിജോ, വനംവകുപ്പ് അധികൃതർ അവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ടോ? നാട്ടുകാരുടെ എതിർപ്പിനെ മറികടന്ന് എങ്ങനെയായിരിക്കും ഇതിനെ കരക്ക് കയറ്റുക? സെയ്ഫുദ്ദീൻ, വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും എല്ലാം തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് ഈ വടക്കും ഭാഗം ഈ കാട്ടാന ജനവാസ മേഖലയിലെത്തിയത്. അവിടെ ജനവാസ മേഖലയിൽ ഈ കിണറ്റിലാണ് ഇപ്പോൾ കാട്ടാന ഉള്ളത്. ചെറിയൊരു കിണറാണ്, കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന ഒരു കിണർ കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. വന്യജീവി ശല്യം ഏറ്റവും രൂക്ഷമായ രീതിയിൽ ജനങ്ങളുടെ പ്രതിഷേധം ഏറ്റവും കൂടുതൽ ഉയരുന്ന ഒരു പ്രദേശമാണ്. ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ എത്തുന്നത് പതിവാണ്. ഈ ജനവാസ മേഖലയിൽ ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഒരുക്കണം എന്നൊരു ആവശ്യം കാലങ്ങളായി പ്രദേശവാസികൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഫെൻസിംഗ് സ്ഥാപിക്കണം, വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണം ശക്തമാക്കണം, അത് RRTയുടെ സേവനം ലഭ്യമാക്കണം, വഴിവിളക്കുകൾ സ്ഥാപിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാലാകാലങ്ങളായി തന്നെ നേരത്തെയും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും സമാനമായ ഒരു സാഹചര്യം മുമ്പും ഇതിന് സമീപത്തായി തന്നെ മറ്റൊരു സ്ഥലത്ത് ഇതുപോലെ കിണറ്റിൽ കാട്ടാന അകപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ഈ കാട്ടാനയെ അവിടെ നിന്ന് കയറ്റി വിടുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ജനകീയ പ്രതിഷേധം ഉയർന്നിരുന്നു. ആളുകളുടെ പ്രതിഷേധം മറികടക്കാൻ നിരോധനാജ്ഞ ഉൾപ്പെടെ പ്രഖ്യാപിച്ച ശേഷമാണ് അവിടെ നിന്ന് ഈ കാട്ടാനയെ അവിടെ നിന്ന് കരയ്ക്ക് കയറ്റി വിടാനായത്. ആനയെ അവിടെ നിന്ന് പിടിച്ചു മാറ്റണമെന്നൊരു ആവശ്യം വന്ന കാലങ്ങളായി നാട്ടുകാർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആനയെ പിടിച്ചു മാറ്റാതെ അവിടുന്ന് തുരത്തുകയാണ് ചെയ്തത്. പക്ഷേ ഇത്തവണ എന്തായാലും ഈ ജനവാസ മേഖലയിലേക്ക് ഈ കാട്ടാന എത്തുന്നത് പതിവായതോടുകൂടി ഇത്തരത്തിലൊരു അപകടം വീണ്ടും ആവർത്തിച്ചതിനെ തുടർന്ന് ഈ ആനയെ ഇവിടെ നിന്ന് കരയ്ക്ക് കയറ്റുന്നതിന് മുന്നോടിയായി വ്യക്തമായിട്ടുള്ള ഉറപ്പുകളും ധാരണകളും എല്ലാം തന്നെ കിട്ടണമെന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തണം, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നൊരു ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ആനയെ കണ്ടപ്പെടുത്ത പ്രദേശവാസികൾ ഇപ്പോൾ ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് ഇവിടെ ഒരു നിങ്ങളുടെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഞങ്ങളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഞങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിണർ ഇടിച്ച് മാറ്റുകയാണെങ്കിൽ, ഇടിച്ച് പൊളിക്കുകയാണെങ്കിൽ കിണർ നന്നാക്കി കൊടുക്കുക എന്നുള്ളത് ഒന്നാമത്തെ ആവശ്യം. 2, ഈ ആനേനെ ഇവിടുന്ന് ജീവനോടെ പിടിച്ചുകൊണ്ട് പോകണം ഈ സാധനത്തിന്. കാരണം ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ജനങ്ങളെ മണ്ടന്മാരാക്കി 144 പ്രഖ്യാപിച്ച് ജനങ്ങളെ മാറ്റിയതിന് ശേഷം ആന ജനവാസ മേഖലകളിൽ പടക്കം പിടിച്ച് ഓടിച്ചു വിടുകയത്. ആ പോയ വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. അതുപോലെ ഇവിടുന്ന് ആനനെ കയറ്റിക്കൊണ്ട് പോകണം, പക്ഷേ ജനവാസ മേഖലയിൽ ഓടിച്ചുകൊണ്ട് പോകരുത്. മൂന്നാമത് ഞങ്ങൾക്ക് ഇവിടെ 3,75,00,000 രൂപയുടെ ഡബിൾ ലൈൻ ഫെൻസിങ് വരുന്നുണ്ട്. ഈ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടി 30 മീറ്റർ മരം മുറിച്ച് മാറ്റിയതിന് ശേഷം ഫെൻസിങ്ങിനാണ് പറയണേ. ജനങ്ങളുടെ കണ്ണിൽ പൊടി ഇട്ടുകൊണ്ട് പകുതി മരം മുറിച്ച് മാറ്റി ബാക്കി 3,75,00,000 രൂപയുടെ ഫെൻസിങ്, ഡബിൾ ലൈൻ ഫെൻസിങ് നടക്കുന്നത് ഈ മരത്തിൻ്റെ ഇടയ്ക്കോടെയാണ്. ആ മരം തള്ളിയിട്ട് വീണ്ടും ഈ ഫെൻസിങ് പൊട്ടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണമായ സുരക്ഷ ഏർപ്പെടുത്താനായിട്ട് ഈ 30 മീറ്റർ മരം മുറിച്ച് മാറ്റി ഈ മന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ട് പോയ സംഭവം അത് ഇതുവരെ അതിൻ്റെ പകുതി പണി പോലും ആയിട്ടില്ല. ഞങ്ങൾക്ക് മെയിനായിട്ട് സംഭവം ഈ ആനയെ ഇവിടുന്ന് ജീവനോടെ കയറ്റിക്കൊണ്ട് പോകണം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെ പറ്റിച്ച പോലെ പറ്റിക്കാൻ നിൽക്കില്ല. 144 പ്രഖ്യാപിച്ചാലും ഈ തവണ ജനങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകില്ല. ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് നീക്കല്ലാണ്ട് ഒരു മാർഗ്ഗമില്ല. ഞങ്ങൾക്ക് ജീവിക്കാൻ യാതൊരു നിർവാഹമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ആൾക്കാർ അവിടെ കൂടിയിരിക്കുന്നത്. ഈ ആന ഞങ്ങൾ ഉപദ്രവിക്കുന്നതാണ്. ഈ ആന ദിവസവും 6 മണിയാകുമ്പോൾ വരും. ഞങ്ങൾ ഓടിക്കുമ്പോൾ ലേറ്റ് ഓട്ടത്തിങ്ങനെ ഓടിച്ച് ഞങ്ങൾ ഓടിക്കുകയാണ്. ഞങ്ങൾ വീട്ടിൽ കയറ്റി രക്ഷയില്ലാത്ത അവസ്ഥയാണ്. ഇത് രാവിലെ മുതൽ DFOനെ വിളിക്കുക. DFO ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ DFOനെ ഞാൻ എൻ്റെ ഫോണിൽ 5 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ഇതുവരെ DFO ഫോൺ എടുത്തിട്ടില്ല. ഇതാണോ ഒരു സമൂഹത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്റെ കടമ? തീർച്ചയായും സെയ്ഫുദ്ദീൻ, എന്തായാലും ഈ നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ ഉയരുന്നുണ്ട്. കാരണം ഈ ആന ജനവാസ മേഖലയിലേക്ക് എത്തുന്നു, അത് ജനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന സ്ഥിതിവിശേഷമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. സ്വാഭാവികമായും കിണറ്റിലകപ്പെട്ട ഒരു വന്യജീവിയാണ്. ആ ആനയെ ജീവനോടുകൂടി തന്നെ അല്ലെങ്കിൽ കൂടുതൽ പരിക്ക് പറ്റുന്നതിന് മുമ്പ് ആനയെ കരക്കെത്തിക്കണം എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അതിനോട് ചേർത്ത് തന്നെ പറയേണ്ട ഒരു കാര്യമാണ് ഈ ജനങ്ങളുടെ ആശങ്ക, അല്ലെങ്കിൽ അവരുടെ ജീവന് സുരക്ഷ ഒരുക്കുന്നതിൽ അധികൃതർ വരുത്തുന്ന ഒരു വീഴ്ച, അതിന് പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളൊരു ആവശ്യം, ആ കാര്യം കൂടി പരിഗണിക്കണം. എന്തായാലും ജനങ്ങളുടെ പ്രതിഷേധം മറികടന്ന് ഈ ആനയെ ഇവിടുന്ന് കരക്കെത്തിക്കുക എന്നുള്ളൊരു നടപടികളിലേക്കാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടക്കുക. സ്വാഭാവികമായും ഈ കിണർ ഇടിച്ചു മാറ്റേണ്ടി വരും. കിണർ ഇടിച്ച് ഈ JCB ഉപയോഗിച്ച് കിണറിൻ്റെ ഒരു വശം ഇടിച്ച് വഴിയൊരുക്കി ആനയെ പുറത്തേക്ക് രക്ഷപ്പെടുത്തി വിടാനുള്ള സംവിധാനം ഒരുക്കുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മാർഗം. സ്വാഭാവിക ഓരോ സാഹചര്യത്തിലും ഇത്തരം ഘട്ടങ്ങളിൽ സ്വീകരിച്ചു വരുന്നതും അതുതന്നെയാണ്. പക്ഷേ
കഴിഞ്ഞ തവണ ഇതിന് തൊട്ടടുത്ത സ്ഥലത്ത് തന്നെയാണ് ഇത്തരത്തിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായത്. അവിടെ ഇതേ രീതിയിൽ ഈ ആനയെ ഇവിടുന്ന് പിടികൂടി മാറ്റി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകണമെന്നൊരു ആവശ്യം നാട്ടുകാർ ആ ഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. അതേസമയം ആ സ്ഥലത്തും നമ്മൾ ഇതുപോലെ തന്നെ കാര്യങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ആ സമയത്ത് അതുപോലെ ആനയെ പിടികൂടി മാറ്റാം എന്നുള്ള ഒരു ഉറപ്പ് ജനങ്ങൾക്ക് നൽകിയിരുന്നു. അതിനുശേഷം ആനയെ ഇവിടെ 144 പ്രഖ്യാപിച്ച് നിരോധനാജ്ഞ ഉൾപ്പെടെ പ്രഖ്യാപിച്ച് ആളുകൾ ഇവിടുന്ന് മാറ്റി ആനയെ പിടികൂടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം ആനയെ കരയ്ക്ക് കയറ്റിയപ്പോൾ ഇവിടുന്ന് പടക്കം പൊട്ടിച്ച് ആനയെ ഇവിടുന്ന് ഉൾക്കാട്ടിലേക്ക് തുരത്തുകയാണ് ചെയ്തത്. വീണ്ടും ഇതേ രീതിയിൽ തന്നെ കൂടുതൽ ആനകൾ ഈ സമീപത്ത് ഇതിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്ക് എത്തുന്നു. അതാണ് വലിയ രീതിയിൽ ഒരു ആശങ്കയായിട്ട് ഉയർത്തുന്നത്. കൊട്ടപ്പടി പഞ്ചായത്തിലെ വനാതിർത്തി പ്രദേശങ്ങൾ, ഈ വനാതിർത്തി വടക്കം ഭാഗം ഉൾപ്പെടെയുള്ള വനാതിർത്തി പ്രദേശങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ കാട്ടാന ശല്യം രൂക്ഷമായിട്ടുള്ള പലയിടങ്ങളുമുണ്ട്. അവിടെയെല്ലാം തന്നെ ഇത്തരത്തിൽ ആളുകൾക്ക് പ്രശ്നപരിഹാരം ഉണ്ടാക്കണം എന്നൊരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഈ കാട്ടാന ശല്യം ഇവിടെ രൂക്ഷമായിട്ടുള്ള സ്ഥലമാണ്. വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലം ഇവിടെ, ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഇവിടെ വളരെ സ്ഥലം വിറ്റാൽ പോകില്ല, സ്ഥലം വിൽക്കാൻ ആളില്ല ഇവിടെ. ശരി, ഷിജോ വർഗീസാണ് കോതമംഗലത്ത് വിശദാംശങ്ങൾ നൽകിക്കൊണ്ട്